Hello friends, welcome back to our channel Mums Daily. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു എഗ് ഹക്ക നൂഡിൽസ് ആണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള മാഗിയുടെ നൂഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ എഗ് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും സൂപ്പർ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് മസാല യൂസ് ചെയ്യുന്നില്ല. മാഗി നൂഡിൽസിനകത്ത് കിട്ടുന്ന മസാലയൊന്നും യൂസ് ചെയ്യാതെ അതിൽ നൂഡിൽസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മാഗിയുടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യമേ തന്നെ ഇതിനകത്ത് മസാലകൾ അങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് മസാലയൊന്നും യൂസ് ചെയ്യേണ്ട. മസാലയൊന്നും യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ നൂഡിൽസ് ഞാൻ മുഴുവനോടെ കൂടെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഞാനിത് ഒരിക്കലും എന്നെ പൊടിച്ചിട്ടല്ല ചേർക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും അങ്ങനെ പൊടിച്ച് ചേർക്കുന്നത്. പക്ഷെ ഞാനത് മുഴുവനോട് കൂടെയാണ് നമ്മൾ ആ ഒരു വെള്ളം തിളച്ച് വരുമ്പം അതിനകത്ത് ഇടുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർക്കണം. അത് ഓയിൽ ചേർക്കുന്നത് ഈ ഒരു നൂഡിൽസൊക്കെ കുഴഞ്ഞിരിക്കാതെ ഇരിക്കാനും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ബിരിയാണിയുടെ ഒക്കെ റൈസ് കഴിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു വെള്ളത്തിന് ആ ഒരു ഉപ്പ് ഒന്ന് മുന്തി നിൽക്കണം. അപ്പോൾ അത് ആവുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് ചിക്കി പൊരിക്കണം. ഇതൊരു എഗ് ഹക്ക നൂഡിൽസ് ആണല്ലോ. അപ്പോൾ അതാ ഞാനൊരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും, ഞാനൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്കിപ്പം നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി വെന്ത് കുഴച്ചെടുക്കരുത്. അതേ ഇതുപോലെ ഒരു ആവശ്യത്തിനുള്ള വേവ് മാത്രം മതി കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പം ഇത് വിട്ട് തന്നെ കിടക്കണം. ആ ഒരു പരുവത്തിന് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് വേവ്. ഇങ്ങനെ തന്നെ വിട്ട് കിടക്കും വേണം. അത് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് അതിന് തന്നെയാണ്. ഇതുപോലെ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കിടന്നോളും. അപ്പോൾ അതാ ഞാനിതൊന്ന് ഊറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ നൂഡിൽസ് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ തണുത്ത വെള്ളം ഒരു 2 ഗ്ലാസ്സോളം തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒന്നും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നൂഡിൽസൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു പരുവത്തിന് അങ്ങ് കിട്ടും. അപ്പോൾ നമ്മൾ ഊറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നില്ല പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു മിനിറ്റോളം നമുക്ക് വെള്ളം ഒന്ന് തുറന്നിടാം. പൈപ്പിൽ നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നൂഡിൽസ് റെഡിയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നല്ല അടിക്കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്കറിയാം ചൈനീസ് ഐറ്റംസ് ഒക്കെ അങ്ങനെയാണ് അവർ ഉണ്ടാക്കുക. വലിയ നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഉള്ളതിൽ വെച്ചിട്ടുള്ള ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അപ്പോൾ ഇതാ ഈ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നൂഡിൽസിനൊക്കെ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ഇതാ ഒഴിച്ചു. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരൊറ്റ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ എണ്ണം കൂടാൻ പാടില്ല. ഒരെണ്ണമൊക്കെ മതിയാവും കേട്ടോ. കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി മാറും. പക്ഷേ വെളുത്തുള്ളി ഇടും വേണം. ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ല നീളത്തിൽ അരിയാം. പിന്നെ ഞാനിടുന്നത് ഒണിയനാണ്. ഒരു സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ഇതാ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതെടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതെടുക്കുന്നുണ്ട്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതെടുക്കുന്നുണ്ട്,
പിന്നെ ഞാൻ ബീൻസ് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വെജിറ്റബിൾസ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരൊറ്റ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് നടുവേ കീറിയിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അത് നമ്മൾ ഫ്ലെയിം കുറച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നൂഡിൽസ് കടിക്കാൻ വേണ്ടി കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക നല്ലതുപോലെ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇവിടെ ഒരു മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കുത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, നമ്മൾ കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഡിഷ് അവസാനിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇടാൻ പോകുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയന് പകരം സെലറി ചേർക്കാം. അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ സ്പ്രിംഗ് ഓണിയൻ, സെലറി. ഈ ഒരു ചൈനീസ് ഡിഷസിനൊക്കെ ഈ ഒരു സെലറിയോ അല്ല സ്പ്രിംഗ് ഓണിയൻ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഇലകളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടുണ്ട്. ഞാൻ 1 മിനിറ്റിന് താഴെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ പച്ചക്കറികളിലൊന്നും ഉപ്പിട്ടില്ലായിരുന്നു. പക്ഷെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി നൂഡിൽസിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇവിടെ ഉപ്പിടാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസും ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നൂഡിൽസും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഒരു 1/2 നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്. ചൈനീസ് ഐറ്റംസിന് നമ്മൾ 1 നുള്ള് അല്ലെങ്കിൽ ഒരു 1/2 നുള്ള് പഞ്ചസാരയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ടേസ്റ്റാണ്. ഇത് എല്ലാ ചൈനീസ് ഐറ്റംസ് ഡിഷസിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗോബി മഞ്ചൂരിയൻ എന്തായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങളൊരു 1/2 നുള്ള് അല്ലെങ്കിൽ 1 നുള്ള് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർക്കുകയാണെന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ചൈനീസ് ഐറ്റംസിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് ആവാനുള്ള ഒരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയനും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ 1 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാഗി എഗ് ഹക്ക നൂഡിൽസ് ഇവിടെ റെഡിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് നൂഡിൽസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി മാഗിയൊക്കെ വീട്ടിൽ മേടിക്കുമ്പം അല്ലെങ്കിൽ എന്ത് ബ്രാൻഡ് ആയിക്കോട്ടെ നമ്മൾ മേടിക്കുമ്പം അതിലത്തെ നൂഡിൽസ് മാത്രം എടുത്തിട്ട് മസാല നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മസാല ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഹക്ക നൂഡിൽസാണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.